ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. കോയമ്പത്തൂർ സ്റ്റൈൽ മട്ടൻ ബിരിയാണി. അതിന് നമുക്ക് വേണ്ടത് ഇവിടെ ആവശ്യമുള്ള മട്ടനാണ്. ഇനി നമുക്ക് വേണ്ടത് ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇനി നമുക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പു, ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 4 സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത്ര സവാള നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി പേസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ജാറെടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ട ആവശ്യമുള്ള ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സവാള വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റ് ആക്കിയെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. ഇനി നമുക്ക് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതാണ് ബിരിയാണിക്കുള്ള മെയിൻ പൊടി. ഇത് ഞങ്ങൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന മസാലക്കൂട്ടാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഈ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ മസാലപ്പൊടി ചേർക്കുമ്പോഴാണ്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബിരിയാണിക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. മട്ടനും മസാലയും ഇളക്കി നന്നായി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞിട്ട്.
എന്നിട്ട് അതും കൂടെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ പുളിയുള്ള തൈരാണ് നല്ലത്. എന്നിട്ട് നമുക്ക് അതും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വയ്ക്കാം. 3 വിസിൽ മതി നമ്മുടെ മട്ടൻ വെന്ത് കിട്ടാൻ. അങ്ങനെ നമ്മുടെ മട്ടൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വെച്ച അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ 4 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 6 ഗ്ലാസ് തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1/2 മുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ മട്ടനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അവസാനം ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വയ്ക്കാം. എന്നിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ കുക്കറിന് മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്. നല്ല ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കോയമ്പത്തൂർ ബിരിയാണി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇത്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ.